78ാം സ്വാതന്ത്ര്യ ദിനാഘോഷത്തിന്റെ നിറവിൽ രാജ്യം നിൽക്കുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചെങ്കോട്ടയിൽ ദേശീയ പതാക ഉയർത്തി. രാജ്ഘട്ടിൽ പുഷ്പാർച്ചന നടത്തിയ ശേഷമാണ് പ്രധാനമന്ത്രി ചെങ്കോട്ടയിലെത്തിയത്. രാജ്യത്തിനായി ജീവത്യാഗം ചെയ്ത സ്വാതന്ത്ര്യ സമര സേനാനികളെ അനുസ്മരിച്ചുകൊണ്ടായിരുന്നു പ്രധാനമന്ത്രിയുടെ പ്രസംഗം തുടങ്ങിയത്. രാജ്യത്തിനായി കഠിനാധ്വാനം ചെയ്യുന്ന കർഷകരെയും ജവാന്മാരെയും സല്യൂട്ട് ചെയ്യുന്നു. പ്രകൃതി ദുരന്തത്തിൽ ജീവൻ നഷ്ടമായവരെ വേദനയോടെ ഓർക്കുന്നു. രാജ്യം അവരുടെ കുടുംബത്തിനൊപ്പമാണെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. अभावों के बीच भी स्वतंत्रता के प्रति उसकी निष्ठा, लोकतंत्र के प्रति उसकी श्रद्धा, ये पूरे विश्व के लिए एक प्रेरक घटना है. मैं आज ऐसे सभी को आदरपूर्वक नमन करता हूं. प्राकृतिक आपदा में अनेक लोगों ने अपने परिवारजन खोए हैं, संपत्ति खोई है, राष्ट्र ने भी पारावार नुकसान भोगा है. मैं आज उन सब के प्रति अपनी संवेदना व्यक्त करता हूं. ഭരണനേട്ടങ്ങൾ എണ്ണിപ്പറഞ്ഞ നരേന്ദ്രമോദി 2047 വികസിത ഭാരതമെന്ന സ്വപ്നം സാക്ഷാത്കരിക്കുമെന്നും പറഞ്ഞു. രാജ്യത്തിന് മതേതര സിവിൽ കോഡ് ആവശ്യമാണെന്നും ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് വികസനത്തിന് നിർണായകമെന്നും പ്രധാനമന്ത്രി കൂട്ടിച്ചേർത്തു. तो चुनौतियां कितनी भी क्यों न हो, अभाव की मात्रा कितनी ही तीव्र क्यों न हो, संसाधनों के लिए जूझने की नौबत हो तो भी हर चुनौती को पार करते हुए हम समृद्ध भारत बना सकते हैं. हम 2047 विकसित भारत का लक्ष्य प्राप्त कर सकते हैं. अब समय की मांग है कि देश में एक सेकुलर सिविल कोड हो. हमने कम्युनल सिविल कोड में 75 साल बिताए हैं. अब हमें सेक्युलर सिविल कोड की तरफ जाना होगा और तब जाकर के देश में धर्म के आधार पर जो भेदभाव हो रहे हैं, सामान्य नागरिक को जो दूरी महसूस होती है, उससे हमें मुक्ति मिलेगी. ആദിൽ പാലോട് ദില്ലിയിൽ നിന്ന് നമുക്കൊപ്പം ചേരുന്നു. ആദിൽ പാലോട്, തുടർച്ചയായി 11ാമത്തെ തവണയാണ് സ്വാതന്ത്ര്യദിന പ്രസംഗത്തിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ചെങ്കോട്ടയിലേക്ക് എത്തിയത്. ജവഹർലാൽ നെഹ്റുവിനും ഇന്ദിരാഗാന്ധിക്കും ശേഷമുള്ള റെക്കോർഡ് ഇക്കാര്യത്തിലും നരേന്ദ്രമോദിക്കൊപ്പം നിൽക്കുന്നു. ഇന്ന് എടുത്തു പറഞ്ഞ കാര്യങ്ങൾ രാഷ്ട്രീയ വിഷയങ്ങൾ കൂടി ഉൾപ്പെടുന്നതാകുമ്പോൾ ഈ സ്വാതന്ത്ര്യദിന പ്രസംഗത്തിൽ അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളെ എങ്ങനെ നമുക്ക് സംഗ്രഹിക്കാം? ആദിൽ. വികസന നേട്ടങ്ങൾ എണ്ണിപ്പറഞ്ഞും സ്വപ്നങ്ങൾ പങ്കുവച്ചുമായിരുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 11ാമത് സ്വാതന്ത്ര്യദിന സന്ദേശം എന്നതാണ് ഒറ്റവാക്കിൽ പറയാൻ കഴിയുന്നത്. സമകാലിക രാഷ്ട്രീയ വിഷയങ്ങളിലും പ്രത്യേകിച്ച് ഏക സിവിൽ കോഡ്, ഒപ്പം ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് ഉൾപ്പെടെയുള്ള ബംഗ്ലാദേശ് അടക്കമുള്ള കാര്യങ്ങളിലും ചില പരാമർശങ്ങൾ നടത്തിയിട്ടുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ടത് ആദ്യം തുടങ്ങുമ്പോൾ തന്നെ കർഷകരെയും സൈനികരെയും ചേർത്തുപിടിച്ചും സ്വാതന്ത്ര്യ സമര സേനാനികളെ സ്മരിച്ചുകൊണ്ടുമാണ് പ്രധാനമന്ത്രി തന്റെ സ്വാതന്ത്ര്യദിന സന്ദേശ പ്രസംഗം തുടങ്ങിയത്. 40 കോടി ജനങ്ങളാണ് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നേടിത്തന്നതെങ്കിൽ 140 കോടി ജനങ്ങൾ ഞങ്ങളിപ്പോഴുണ്ട്. അവർക്ക് എന്തുകൊണ്ട് വികസിത ഭാരതം എന്ന സ്വപ്നത്തിലേക്ക് നടന്നെടുത്തുകൂടാ എന്ന ചോദ്യമാണ് പ്രധാനമന്ത്രി ആദ്യം തന്നെ ഉന്നയിച്ചത്. ഒപ്പം ഈ സ്വാതന്ത്ര്യ സമര സേനാനികളെ സ്മരിക്കുന്നു. ഇന്ത്യൻ സൈന്യം മറ്റുള്ള രാജ്യങ്ങൾക്കും അതിർത്തി രാജ്യങ്ങൾക്കുമൊക്കെ പേടി സ്വപ്നമായി മാറുന്ന സാഹചര്യമാണുള്ളത്. ഇന്ത്യൻ സൈന്യം കരുത്താർജിച്ചിട്ടുണ്ട്. 3ാം സാമ്പത്തിക ശക്തിയായി രാജ്യത്തെ ഉയർത്തുമെന്ന പ്രഖ്യാപനം കൂടി പ്രധാനമന്ത്രി സ്വാതന്ത്ര്യദിന പ്രസംഗത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഭരണ സംവിധാനം കൂടുതൽ ശക്തമാക്കും. രാജ്യത്തിനാണ് പ്രഥമ പരിഗണനയെന്നും രാഷ്ട്രീയത്തിനല്ല എന്ന ഒരു പരാമർശം കൂടിയുണ്ട്. ഭാരതത്തിന്റെ സുവർണ കാലഘട്ടമാണിത്. ഈ അവസരം ജനങ്ങൾ പാഴാക്കരുത്. രാജ്യത്തിനൊപ്പം മുന്നേറുകയാണ് വേണ്ടത് എന്ന് പ്രധാനമന്ത്രി ജനങ്ങളോട് ആഹ്വാനം ചെയ്തിട്ടുണ്ട്. സമസ്ത മേഖലകളെയും ആധുനികവൽക്കരിച്ചു. പലതരം ജലജീവൻ മിഷൻ ഉൾപ്പെടെയുള്ള വൈദ്യുതിവൽക്കരണം ഉൾപ്പെടെയുള്ള കേന്ദ്ര സർക്കാരിന്റെ പദ്ധതി നേട്ടങ്ങൾ എണ്ണിപ്പറയുക കൂടി പ്രധാനമന്ത്രി ചെയ്തിട്ടുണ്ട്. ഇതിനൊപ്പമാണ് യുവാക്കൾക്ക് വിദേശത്തേക്ക് ഇനി പഠിക്കാൻ പോകേണ്ടി വരില്ല. ഒരു വിദ്യാഭ്യാസ ഹബ്ബാക്കി ഇന്ത്യയെ മാറ്റുകയാണ്. 5 വർഷത്തിനുള്ളിൽ 75,000 മെഡിക്കൽ സീറ്റുകൾ ഇന്ത്യയിൽ വർദ്ധിപ്പിക്കും. ലോകത്തിന്റെ തന്നെ ഉൽപാദന ഹബ്ബാക്കി ഇന്ത്യയെ മാറ്റും എന്നുകൂടി പ്രധാനമന്ത്രി പ്രഖ്യാപിച്ചിരിക്കുന്നു. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ രാഷ്ട്രീയ വിഷയങ്ങളിലെ പരാമർശവും വിമർശനവുമൊക്കെയാണ്. ഏക സിവിൽ കോഡ് പരാമർശിച്ചാണ് പ്രധാനമന്ത്രിയുടെ അവസാന ഭാഗത്തെ പ്രസംഗങ്ങൾ ഉണ്ടായിരുന്നത്. നിലവിലെ സിവിൽ കോഡ് കമ്മ്യൂണലാണ്, മതപരമാണ്. അതുകൊണ്ട് ഒരു മതേതര സിവിൽ കോഡാണ് ഇന്ത്യക്ക് ആവശ്യം. അതിലേക്ക് കേന്ദ്രം നടന്നുകൊണ്ടിരിക്കുകയാണ് എന്ന് പ്രധാനമന്ത്രി പ്രഖ്യാപിക്കുക കൂടി ചെയ്യുന്നു. ഒപ്പം ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് എന്ന
ലക്ഷ്യം അത് വികസനത്തിന് അത്യന്താപേക്ഷിതമാണെന്ന് കൂടി പ്രധാനമന്ത്രി പറഞ്ഞു വെക്കുന്നുണ്ട്. സംസ്ഥാനങ്ങൾ സ്ത്രീ സുരക്ഷ ഉറപ്പാക്കണമെന്നത് പശ്ചിമ ബംഗാളിലെ നിലവിലെ സാഹചര്യം. അവിടെ ഒരു ട്രെയിനി ഡോക്ടർ ക്രൂരമായി പീഡിപ്പിക്കപ്പെട്ട് മരിച്ചതിന്റെ കൂടി പശ്ചാത്തലത്തിലാണ്. ഒപ്പം ബംഗ്ലാദേശിലെ ന്യൂനപക്ഷങ്ങൾ അക്രമത്തിനിരയാകുന്നുണ്ട്, അവർക്ക് സുരക്ഷ ഉറപ്പാക്കണമെന്നും അവിടുത്തെ സാഹചര്യം ഗുരുതരമാണ് എന്നും പ്രധാനമന്ത്രി പറഞ്ഞു വെക്കുന്നു. ഒപ്പം പ്രതിപക്ഷത്തിന് ഒരു വിമർശനം കൂടിയുണ്ട്. ചിലർക്ക് രാജ്യത്തിന്റെ വളർച്ച ദഹിക്കുന്നില്ല എന്നൊരു പരോക്ഷ വിമർശനം കൂടി പ്രധാനമന്ത്രി തന്റെ സ്വാതന്ത്ര്യദിന സന്ദേശത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ആകെ കൂടി നോക്കുമ്പോൾ കൃത്യമായി രാഷ്ട്രീയ വിഷയങ്ങൾ പരാമർശിച്ചും സ്പർശിച്ചു പോവുകയും ചെയ്യുന്നുണ്ട്. ഒപ്പം രാജ്യത്തിന്റെ സ്വപ്നങ്ങൾ, വികസന നേട്ടങ്ങൾ എണ്ണിപ്പറഞ്ഞുകൊണ്ടുകൂടിയായിരുന്നു പ്രധാനമന്ത്രിയുടെ പ്രസംഗം. രാവിലെ 7 മണിയോടെ രാജ്ഘട്ടിൽ ഗാന്ധി സ്മൃതി മണ്ഡപത്തിലെത്തി അവിടെ പുഷ്പാർച്ചന നടത്തിയ ശേഷമാണ് പ്രധാനമന്ത്രി ചെങ്കോട്ടയിലേക്ക് എത്തിയത്. ചെങ്കോട്ടയിൽ 1000-ഓളം വിശിഷ്ട അതിഥികൾ ഉണ്ടായിരുന്നു. കർഷകർ, ഗോത്ര വിഭാഗങ്ങളിൽ നിന്നുള്ള പ്രതിനിധികളടക്കം 6000 പേർ അവിടെ അതിഥികളായി പങ്കെടുത്തിരുന്നു. പാരീസിൽ മെഡൽ ജേതാക്കളായ ഒളിമ്പിക്സ് താരങ്ങളും അവിടെ എത്തിയിരുന്നു. അത്തരത്തിൽ വളരെ വിപുലമായ ചടങ്ങ് തന്നെ കേന്ദ്ര സർക്കാരിന്റെ നേതൃത്വത്തിൽ രാജ്യ തലസ്ഥാനത്ത് ദില്ലിയിൽ ചെങ്കോട്ടയിൽ നടന്നു കഴിഞ്ഞിരിക്കുകയാണ്. സ്മൃതി, സുജയ. ശരി, ആദിൽ പാലോടാണ് ദില്ലിയിൽ നിന്ന് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത്. ചെങ്കോട്ടയിൽ പ്രധാനമന്ത്രി പതാക ഉയർത്തി. നമ്മുടെ സംസ്ഥാന